മഴക്കാലമായതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും മസാല ഷവായി ഉണ്ടാക്കുന്ന തിരക്കിലാണല്ലോ അല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നൊന്ന് ഉണ്ടാക്കി നോക്കാമെന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പിന്നെ ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ നമ്മളെ മല്ലിച്ചപ്പ്, പിന്നെ അതുപോലെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ച കാശ്മീരി ചില്ലി വേണം കേട്ടോ. മുളക് തന്നെ വേണം, പക്ഷെ അതെൻ്റെ അടുത്ത് ഇല്ലായിരുന്നു. അപ്പോൾ അതിന് പകരമായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പിന്നെ കാശ്മീരി ചില്ലീൻ്റെ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിന് ശേഷം ഞാൻ ലേശം ഒരു പിന്നെ എന്താ പറയുക അൽഫാമിൻ്റെ മസാല ഉണ്ടായിട്ടും അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഒരു അര പീസ് തക്കാളിയും കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്ത് അടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മിക്സി കറക്റ്റായിട്ടിടലും അന്നേരം തന്നെ കറണ്ട് പോലെ ഒന്നിച്ചിരുന്നു കേട്ടോ. പിന്നെ തൊട്ടപ്പുറത്ത് ഉള്ള പ്ലഗിൽ വെച്ചാണ് ഇൻവെർട്ടർ കളയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ ചിക്കനൊക്കെ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഈ ഒരു മസാല എല്ലാം കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മസാലയൊക്കെ ഒന്നും കൂടി നല്ല സ്പൈസി ആയിട്ടുള്ളത് തിന്നാൻ ആഗ്രഹമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മസാല ഒക്കെ ആവാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. കൈ കൊണ്ട് തൊട്ടാൽ എനിക്ക് ഭയങ്കര പോച്ചിലാട്ടോ, അതുകൊണ്ടാണ് സ്പൂൺ കൊണ്ട് തന്നെ തൊട്ടിട്ടുള്ളത്. പിന്നെ അതിനുശേഷം മാക്സിമം ഒരു 2 മണിക്കൂറെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. പക്ഷേ ഞാൻ വെച്ചിട്ടുള്ളത് അരമണിക്കൂറാട്ടോ. ഞാൻ കാരണം ചിക്കനൊക്കെ വാങ്ങിക്കൊണ്ടുവന്നത് ഒരു 10-10 ചിക്കനൊക്കെ വാങ്ങിക്കൊണ്ടുവരുമ്പോൾ പിന്നെ അത് കഴിഞ്ഞ് 2 മണിക്കൂറൊക്കെ വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചോറാവാൻ നല്ലോണം ലേറ്റാവും. അപ്പോൾ അതാ പിന്നെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കുക്കറിൽ നമ്മൾ 2 വിസിലാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് കുക്കറിലുണ്ടായ ആ ഒരു ഗ്രേവി ഉണ്ടല്ലോ, ഇത് നമ്മൾ ഒരു എന്താ പറയുക തുള്ളി പോലും വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ. ചിക്കനിലുള്ള ആ ഒരു വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുള്ളതാണ്. എന്നിട്ട് പിന്നെ ആ ഒരു ഗ്രേവിയിലേക്ക് ഈ ഒരു പിന്നെ ചിക്കൻ്റെ പീസും എല്ലാം കൂടി വെച്ച് കൊടുത്തിട്ട് ഒന്ന് അതിൻ്റെ മേലേക്ക് ചാറലൊഴിച്ച് നല്ലൊരു എന്താ പറയുക ഒരു ഷവായി ലുക്കിലാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ നമുക്ക് പൊറോട്ടക്കൊക്കെ ഓക്കെയാണ്. ഞാൻ പക്ഷേ ഇന്ന് മന്തിയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഒന്ന് പിന്നെ തിക്കായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ മന്തിക്ക് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ദമ്മിട്ട് കൊടുക്കല്ലോ, അതേപോലെ ദമ്മിടാണ് ചെയ്യുന്നത്. അപ്പോൾ മന്തി വെക്കുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കട്ടോ ലേശം ഗ്രേവിയുള്ള എന്തെങ്കിലും വെക്കണം. പക്ഷേ എനിക്കതൊന്നും വെച്ചിട്ട് ഒരു തൃപ്തിയാവുന്നുണ്ടായിട്ടില്ല. അപ്പോൾ ഈ ഒരു ഷവായിൻ്റെ റെസിപ്പി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് മന്തിയിലും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ളത്. അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. കാരണം ഇതിങ്ങനെ ആ ഒരു കുറുകി വരുന്ന സമയത്ത് ഞാൻ എന്താക്കി ആ ഒരു നമ്മളെ മന്തിക്ക് ദമ്മിടല്ല, അതിലേക്ക് ഫസ്റ്റ് ചിക്കൻ്റെ ഈ ഒരു ഇത് വെച്ച് കൊടുത്ത് പിന്നെ അതിലേക്ക് നമ്മൾ പിന്നെ വേവിച്ച് വെച്ച ചോറും പിന്നെ ഈ ഒരു മഞ്ഞൾപ്പൊടീൻ്റെയും മുളക് പൊടീൻ്റെയും ഒക്കെ കളറൊക്കെ മിക്സിങ് ആക്കി ഇട്ട് കൊടുത്താണ് കേട്ടോ. പിന്നെ അതിൻ്റെ മേലെ കുറച്ച് പച്ചമുളകും വെച്ച് കൊടുത്ത് പിന്നെ ആ ചോറ് മിക്സ് ആക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യും കേട്ടോ. കാരണം നമുക്ക് ചിലർക്ക് ഉണ്ടാവല്ലോ മന്തിയും ബിരിയാണിയും കമ്പയർ ചെയ്യുമ്പോൾ എല്ലാവരും പറയും മന്തി ഒരു തൊണ്ടയിൽ കൊടുക്കുന്ന പോലെയാണ്, ഒന്നുമില്ല അതിൽ വെറും ഒരു ചിക്കൻ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതങ്ങനെയല്ല. ഇതാ ഒരു ഗ്രേവിയൊക്കെ കൂടി ഇതിലേക്ക് ചോറിലേക്ക് നല്ലോണം മിക്സായിട്ട് നല്ല അടിപൊളി ചോറായിരുന്നു കേട്ടോ. അപ്പോൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക, നല്ല സൂപ്പറായിരിക്കും.